ശാന്തി നീ എവിടെ ഇരുന്നേ? അവന് ചീത്ത പറഞ്ഞപ്പോൾ അവൻ എന്നെ കളിയാക്കാൻ നിൽക്കണം. ഗ്യാസ് കുക്കിംഗ് വേൾഡ് കേൾക്കുന്നു പറഞ്ഞിട്ട് എല്ലാവരും എന്തായാലും അത് കട്ട് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് 2 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. തൃശ്ശൂർ മാപ്രാണത്തേക്കാണ് പോണത്. അപ്പോൾ ആദ്യം നമ്മളൊരു ഷാപ്പിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു ഫാം കം നഴ്സറിയാണ് കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾക്ക് കുറുക്കഞ്ചേരി എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും ദാഹം തുടങ്ങി. നട്ടുച്ച സമയമാണ് കേട്ടോ, 1 മണി ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഞങ്ങൾ ലേറ്റായി, ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യാനായിട്ട് വൈകി. അപ്പോൾ കുറുക്കഞ്ചേരി എത്തിയപ്പോഴേക്കും ദാഹമായപ്പോൾ വേഗം കുറച്ച് ഇളനീരൊക്കെ എല്ലാവരും മേടിച്ച് കുടിച്ചു. എന്നിട്ട് വീണ്ടും യാത്ര തുടർന്നു. കാരണം അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ ഒരു സമയം, എന്താ പറയുക, ഉച്ചയുടെ ഊണിൻ്റെ സമയമൊക്കെ ഒന്ന് കഴിയാറാവും. അത് കാരണം വേഗം ഇളനീരൊക്കെ മേടിച്ച് കുടിച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ പോയത്. അപ്പോൾ ഇതേ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പാടമൊക്കെ കാണാം. ഇത് നമ്മുടെ മാപ്രാണാണ് കേട്ടോ. മാപ്രാണ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ ഷാപ്പിൽ പോയിട്ട് ഫുഡ് അടിച്ചിട്ട് പിന്നെ ഫാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണുന്നതായിരുന്നു ഷാപ്പ്. നമ്മൾ തെറ്റിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് കാറ് കയറ്റി പാർക്ക് ചെയ്തു. അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് പാർക്ക് ചെയ്ത് ഇട്ടപ്പോഴാണ് അപ്പുറത്ത് നേരെ ഷാപ്പ് എന്ന് എഴുതി കാണിച്ചത്. അപ്പോൾ അതിനെ കണ്ടപ്പോൾ നമുക്ക് വലിയ വിലയൊന്നും തോന്നിയില്ല. ഷാപ്പാണെങ്കിൽ മനസ്സിലൊരിതുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും പോയി നോക്കാം. അവിടെ തിരിച്ച് അങ്ങനെ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ കയറി. അപ്പോൾ കണ്ടപ്പോൾ വലിയ രസം തോന്നിയില്ല. അയ്യോ രസം, അത് ഉള്ളിൽ എങ്ങനെയാവും എന്നൊക്കെ തോന്നി. ഷാപ്പല്ലേ, വൃത്തി ഉണ്ടാവുമോ എന്നൊക്കെ അങ്ങനെ ഒരു സംശയമായി. സംഭവം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് പോയത്. ഫാമിലിക്ക് പോകാമെന്നൊക്കെ കണ്ടിട്ടാണ്. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ സമാധാനമായി. നല്ല വലിയ ഏരിയ ആയിരുന്നു. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഷാപ്പായിരുന്നു. കള്ള് ഷാപ്പാണെങ്കിലും അതിൽ പിന്നെ 3 മുറി തിരിച്ചിട്ടിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ ഇരിക്കാൻ വേണമെങ്കിൽ അങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി എത്തിയപ്പോഴേക്കും ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഫുഡൊക്കെ ഒരുവിധം കാലിയായിട്ടുണ്ടായിരുന്നു. അതേ ഉരുളികളിൽ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അയ്യോ എന്തെല്ലാം വെറൈറ്റികളാണ്, കാണുമ്പോൾ എന്നെ കൊതിയാവും. കുറേയൊക്കെ കാലിയായി കണ്ട. ഇപ്പോൾ ഇത്രയായി. അപ്പോൾ എന്നാലും നമ്മൾ വേഗം ഓർഡർ ചെയ്ത് അപ്പോഴേക്കും വിശന്നലഞ്ഞൊരുവിധമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊന്നും എനിക്ക് ഓർമ്മയില്ല. ആടിൻ്റെ ബോട്ടി ഉണ്ട്, തലച്ചോറുണ്ട് തോന്നുന്നു അങ്ങനെ. പിന്നെ ഞണ്ടുണ്ട്, മുയലിറച്ചിയുണ്ട്, കാട ഫ്രൈ ഉണ്ട്, മീൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ചെമ്മീനുണ്ട്, പിന്നെ കാട മുട്ട ഉണ്ട്, മുട്ടയുടെ ഒരു റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പലിമീനുണ്ട്, പിന്നെ നല്ല മീൻകറി, കപ്പ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പത്തിരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടി കഴിക്കാനായിട്ട്. എന്നാലും ലാസ്റ്റ് ഒരു പാക്കറ്റ് നമുക്ക് കിട്ടി. പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ പാലപ്പം ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് മാത്രം ഓർഡർ ചെയ്തു. അങ്ങനെ മീൻകറി ഓർഡർ ചെയ്തു, പിന്നെ മുയലിറച്ചി ഓർഡർ ചെയ്തു, പിന്നെ പലിമീൻ ഇല്ലേ, മീനിൻ്റെ മുട്ട, അത് ഓർഡർ ചെയ്തു. അതൊക്കെ രസമായിട്ടുണ്ട്. അത് എന്താ ഇത് പലിമീൻ, മീനിൻ്റെ പലിമീൻ, മീൻ്റെ മുട്ട മുഴുവൻ, മുയല് മുയല് മുയലിറച്ചി. മോൻ മുയലിറച്ചി എന്ന് പറഞ്ഞപ്പോൾ അതിശയിച്ചു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. ഷാപ്പിലത്തെ പിന്നെ പറയണ്ടല്ലോ, നല്ല ടേസ്റ്റ് അല്ലേ. ഇന്ന് നല്ല എരിവുള്ള കറികൾ തന്നെയാണ്. ഷാപ്പിലത്തെ കറികളെല്ലാം നല്ല എരിവുള്ള തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എരിവാട്ടാ ആയിരുന്നു. കുട്ടികൾക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു എരിവുള്ള നല്ല കറികളായിരുന്നു. ചില ഷാപ്പിലത്തെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അതുപോലെ എരിവായിരിക്കും. പിന്നെ ഒരു കുപ്പി കള്ള് കൊണ്ടുവരുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുക്കരുതെന്ന്. അപ്പോൾ അങ്ങനെ എല്ലാം നല്ല ടേസ്റ്റുള്ള കറികളായിരുന്നു കേട്ടോ. മീൻ കറിയും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. പത്തിരിയിൽ ആ മീൻ കറിയും ഒക്കെ ഒന്ന് മുക്കി കഴിക്കുമ്പോൾ എനിക്ക് മീൻ നല്ല ടേസ്റ്റായി, നല്ല രസമുണ്ട് കഴിക്കാൻ. മുയലിറച്ചി നല്ല രസമായിട്ടുണ്ട്, നല്ല രസമായിട്ട് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരമൊക്കെ കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ നിറച്ച്, അങ്ങനെ നല്ല ടേസ്റ്റായിട്ടുണ്ട്. പിന്നെ മീനും അതെ, മീനിൻ്റെ ആ ഒരു പീസൊക്കെ പൊട്ടിച്ച് ആ കറിയിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ മീനിൻ്റെ പലിമീൻ തോരനാക്കിയിട്ട് അങ്ങനെ വെച്ച് നിറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കപ്പയും അതെ നല്ല രസമുണ്ട്. അതിലും ഈ മീൻചാറിലൊക്കെ നോക്കി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു.
എല്ലാവർക്കും വരാൻ പറ്റില്ല. എല്ലാവരും ഒന്ന് ഒരു വട്ടം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തല്ലോ. നല്ലൊരു ട്രിപ്പാണ്. നമുക്ക് അടുത്ത് തന്നെയാണ്. ഈ ഷാപ്പിൻ്റെ ഒരു 20 മിനിറ്റ് ദൂരമാണ് ഉള്ളൂ. പിന്നെ അടുത്തത് നമുക്ക് ആ ഫാമിലേക്ക് പോകാൻ. അപ്പോൾ ഉച്ചഭക്ഷണമാവും ചെയ്തു. നല്ലൊരു ഉച്ച തൊട്ട് നമുക്കൊന്ന് നേരം ചിലവഴിക്കാനായിട്ട് പറ്റിയ 2 സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരമൊക്കെ എടുത്തിട്ട് വേണം ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ, പതുക്കെ ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ. നമ്മൾ ഇത്തിരി സ്പീഡിലായിരുന്നു. വഴി അറിയണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അഡ്രസ്സ് കിട്ടുമോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ പറ്റാവുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഇതിലിടാം. കോൺടാക്റ്റ് നമ്പറൊന്നും മേടിച്ചില്ല കേട്ടോ, അത് മറന്നു. പിന്നെ ആ കാര്യം അഥവാ നമ്പർ കിട്ടുകയാണെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഷെയർ ചെയ്യാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെ ഇത് വന്നാൽ മതി. നമ്മളങ്ങനെയാണ് ചെയ്തത്. ഷാപ്പിൽ കയറണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ഫാമിലേക്ക് പോകാം കേട്ടോ. 3 പീടികയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലാണ് നമുക്ക് ഫാമിലേക്ക് പോകാൻ പറ്റുക. കാക്കത്തുരുത്തി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, ഫാമുള്ള സ്ഥലം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നേരിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകണം. അങ്ങനെ ഇവിടെ കയറാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ല സ്ഥലമാണ് കേട്ടോ ഇനി നമ്മൾ പോണത്. കുട്ടികൾക്ക് വെക്കേഷനിലൊക്കെ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ ഫാമും നഴ്സറിയുടെ ഹോഴ്സ് റൈഡിങ്ങും പിന്നെ ട്രെയിനിലൊക്കെ പോവാം. പിന്നെ അത്യാവശ്യം ബോട്ടിങ്ങൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടുള്ളൊരു വൈകുന്നേരം നമുക്ക് ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു പാടമൊക്കെ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ മാത്രം ഒരു പാടമുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലൊരു അമ്പലവും പള്ളിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഇടവഴി കൂടിയാണ് ഈ മാപ്രാണത്ത് പോയിട്ട് പിന്നെ നമ്മൾ പോണ കാരണം ചെറിയ ഇടവഴി കൂടിയൊക്കെയാണ് പോയത്. പക്ഷെ തിരിച്ച് പോകുമ്പോൾ നമ്മൾ ഹൈവേ കൂടിയാണ് തിരിച്ച് പോകുന്നത്. വാടാനപ്പള്ളി വഴി അങ്ങനെ തിരിച്ചു വന്നു. കാഞ്ഞാണി റൂട്ടിലാണ് തിരിച്ചു വന്നത്. പോകുമ്പോൾ കുറുക്കഞ്ചേരി വഴി അങ്ങനെ പോയി. അപ്പോൾ നമ്മളിത് സീഷോർ ഫാം ആൻഡ് നഴ്സറിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റൈറ്റ് സൈഡിലാണ് കേട്ടോ പാർക്കിംഗ് വരുന്നത്. നേരെ കിടക്കാൻ പറ്റില്ല, അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് നടക്കണം. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ പോയത്. അപ്പോൾ പാർക്കിങ്ങിന് 2 സ്ഥലത്ത് നല്ലോണം സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മളിവിടെ എത്തിയത് 3:30-ക്കാണ്. കറക്റ്റ് 3:30-ക്ക് എത്തി. അപ്പോൾ ഇപ്പോൾ ഒത്തിരി വെയിലുണ്ടെങ്കിലും നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു. കടൽ തീരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആ വെയിലുള്ളത് അറിഞ്ഞേ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ട്രെയിനിലൊക്കെ കയറി പോകുമ്പോഴൊക്കെ നല്ല കാറ്റായിരുന്നു. അപ്പോൾ ആ കാറ്റുകൊണ്ട് നമ്മൾ ആ ചൂടൊന്നും അറിഞ്ഞില്ല. നല്ല സുഖമായിട്ട് തന്നെ പോയി. നിങ്ങൾ എത്തുമ്പോൾ ഒരു 4 മണിക്ക് എത്തുന്ന രീതിയിൽ വേണമെങ്കിൽ വന്നോളൂ. അപ്പോൾ നല്ലൊരു കറക്റ്റ് സമയമായിരിക്കും. ഒരു 6 മണിക്ക് നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ അതേ സ്റ്റാർട്ടിങ്ങിൽ റൈറ്റ് സൈഡിൽ അവിടെ കുട്ടികൾ കളിക്കാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ. സീസോയും പിന്നെ ഒഴുകാനുള്ളതും പിന്നെ ഊഞ്ഞാലും അങ്ങനെയൊക്കെയുള്ള പാർക്കാണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. പിന്നെ ഉള്ളത് ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് കുറച്ച് പുഴയൊക്കെ ഉണ്ട്. ഇതിലാണ് നമ്മൾ ബോട്ടിങ് ഏരിയ ആണത്. നമുക്കത് ചുറ്റും റൗണ്ട് ചെയ്യാൻ പറ്റും ബോട്ട് ചെയ്യുമ്പോൾ. പെഡൽ ബോട്ടിംഗ് ആണ്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ബോട്ടിംഗ് ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ടോക്കൺ എടുക്കണം. ലെഫ്റ്റ് സൈഡിലായിട്ട് ടോക്കൺ എടുക്കണ ഏരിയ. അതിൽ ട്രെയിനിലേക്കും നമ്മൾ ടോക്കൺ എടുത്തു. നേരത്തെ തന്നെ ടോക്കൺ എടുത്ത് വയ്ക്കണം. കാരണം ട്രെയിനിൽ അവർ 8 പേരാകുമ്പോഴാണ് 8-10 പറഞ്ഞു 8 പേരാകുമ്പോഴാണ് അവർ ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ടോക്കൺ എടുത്തിട്ട് പിന്നെ ഇവർക്ക് ആദ്യം കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പാർക്കിൽ അപ്പോൾ അത് കളിക്കാനായിട്ട് അപ്പോൾ അതിന് മുന്നേ ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി. അതിൻ്റെ അടുത്തൊരു പ്ലാവാന്ന് വിചാരിച്ചു. പക്ഷേ ഒറിജിനൽ അല്ല അത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആ ചക്കയൊക്കെ കാണുന്നത് ഒറിജിനലായിട്ട് തോന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ അത് വേറൊരു എന്തൊരു മെറ്റീരിയലാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ വെച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റിഫ്രഷ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പാർക്കിലേക്ക് പോയി. പാർക്കിൽ പോയി ഇവർ കളിച്ചു. സാധാരണ നമ്മൾ നെഹ്റു പാർക്കിലുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാനും ഉണ്ട് കുറേ സ്ഥലം നമുക്ക് കിട്ടാം. വലിയവർക്കൊക്കെ ഇരിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. മാത്രമല്ല എൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം നല്ല തണലുള്ള സ്ഥലത്താണ്. അപ്പോൾ അത് കാരണം നല്ല സുഖമായി തോന്നി. നല്ലോണം കാറ്റ് വീശുണ്ടായിരുന്നു. കടൽ തീരം ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ ആകെ വേർത്ത് കുളിച്ചൊരു പരിവായാണ്. പക്ഷേ ചൂടിൻ്റെ ആ ഒരു അവസ്ഥ നമുക്ക് തോന്നിയില്ല. ആ സമയത്ത് ചൂടുണ്ടെന്ന് തോന്നിയില്ല. എന്താ ഇലകളൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ലോണം കാറ്റ് വീശുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കുട്ടികളും ഓടി കളിച്ച് നല്ലോണം കളിക്കാനൊക്കെയുള്ള നല്ല എല്ലാം ഉണ്ട്.
ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെയാണ് ടോക്കൺ എടുക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബോട്ടിൻ്റെ ടോക്കൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ട്രെയിനിലേക്ക് ആളായിട്ടില്ല ഇതുവരെയ്ക്കും. അപ്പോൾ നമ്മൾ ആദ്യം ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ബോട്ടിലേക്ക് 4 ആൾ 5 ആൾക്കൊക്കെ പറ്റിയ ബോട്ടുകളുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് തന്നെ ചെറിയ ചെറിയ മാവുകളും അതൊക്കെ പിന്നെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം ബോട്ടിങ്ങിലേക്ക് കയറാം. അപ്പോൾ ചിലപ്പോഴേക്കും ഇവിടെ ചെരുപ്പൊക്കെ ഊരി വയ്ക്കണം കേട്ടോ. ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം, കാരണം നമ്മൾ കാലുകൊണ്ട് ഇത് ചവിട്ടിയിട്ട് വേണം. പെഡൽ ബോട്ടാണ്, അപ്പോൾ ചവിട്ടി ബോട്ട് നീങ്ങണമെങ്കിൽ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഡ്രൈവറൊക്കെ. കുട്ടികളെ പിന്നിലിട്ടിട്ട് ഞങ്ങൾ 2 ആളും കൂടിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഒന്ന് റൗണ്ട് ചെയ്ത് കുറച്ചധികം റൗണ്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിത് ചവിട്ടുമ്പോൾ ഇത്തിരി പതുക്കെ ചവിട്ടണം, അല്ലാണ്ട് സ്പീഡിൽ ചവിട്ടുമ്പോൾ അത് ചെന്ന് ഇടിക്കും അവിടെ ഇവിടെയൊക്കെ. പിന്നെ അതിൽ കയ്യുമ്മേ നമുക്ക് കൺട്രോൾ ഉണ്ട്, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആക്കാനായിട്ട് ബോട്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ചവിട്ടി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ സ്ലോവിൽ തന്നെ ചവിട്ടിയാൽ മതിയിട്ട്. വല്ലാണ്ട് സ്പീഡിൽ നമ്മൾ ആകെ വെപ്രാളം പിടിച്ച് ചവിട്ടുമ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഇടിക്കുക. അങ്ങനെ ബോട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് സൈഡിലുള്ള കുതിരയുടെ ഒക്കെ ഫാമൊക്കെ കുറച്ചൊക്കെ കാണാൻ പറ്റിയിരുന്നു. പിന്നെ സൈഡിൽ അവിടെ ഒരു നമുക്ക് അത്യാവശ്യം ചായയോ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പറ്റിയതൊക്കെ കണ്ടു. അതൊക്കെ ഇതിൽ ഇരുന്നിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ പിന്നെ അപ്പോഴേക്കും അവർ ഐസ്ക്രീം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് വേണം ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കണം, പക്ഷേ നമ്മൾ നീറ്റാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ നമ്മളിത് ബോട്ട് അടുപ്പിച്ചു. ഇനിയിപ്പോൾ ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി നമുക്ക് നേരെ എവിടേക്കാണ്, നമുക്ക് ട്രെയിനിലേക്ക് ഇനി കയറാം. അപ്പോൾ അതിന് മുന്നേ ഇതേ മാവുകൾ കണ്ട കുഞ്ഞി മാവുകൾ നിറച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ നിറയെ മാങ്ങകളുണ്ട്. ചെറിയ മാവാണെങ്കിൽ നിറച്ച് മാങ്ങകൾ എന്ന് പറഞ്ഞ പോരാ, നല്ല വലിപ്പമുള്ള മാങ്ങകൾ തന്നെയാണ് എല്ലാം ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ടുണ്ട്, നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഈ ചെടിയും മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടേ നല്ല രസമായിട്ടുണ്ട്. ഇരിക്കാനും ഒക്കെ എല്ലായിടത്തും നല്ലോണം അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കാനായിട്ടുള്ള എന്താ പറയുക അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ചാമ്പക്കയുടെ മരമാണ് കേട്ടോ. അതിൽ കായ മാത്രം ഉണ്ടായിട്ടുള്ളൂ, അത് തന്നെ പൊട്ടിക്കാനൊന്നും പറ്റിയില്ല. നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ചാമ്പക്കായ ഉണ്ടായിട്ടില്ല, ചാമ്പക്കായ ആയിട്ടില്ല. ഇനി നമുക്ക് ട്രെയിൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അധികം പേരില്ല, വേറൊരു ഫാമിലിയും കൂടി ഉള്ളൂ. അപ്പോൾ അവർക്ക് പറഞ്ഞു എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, വേറെ ആരും കാണാത്ത കാരണം കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ഫാമിലി മാത്രമായിരുന്നു ആ ട്രെയിനിലുണ്ടായിരുന്നത്. അങ്ങനെ കയറി ചുറ്റി കറങ്ങി വരുമ്പോഴേക്കൊക്കെ അത്യാവശ്യം ആളായിട്ട് അതിലേക്ക് കയറാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ട്രെയിൻ യാത്ര, നല്ല കുലുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിനിന്. പക്ഷേ നല്ല കാറ്റുണ്ടായിരുന്നു ട്രെയിനിലായ കാരണം നമുക്ക് ഫുൾ ഏരിയ അവർ കവർ ചെയ്ത് കാണാൻ പറ്റും. എന്തായാലും ട്രെയിനിലും കൂടി കയറിക്കോളൂ കേട്ടോ, അപ്പോഴേ നമുക്ക് അധികം നേരം നടക്കണ്ട വെയിലത്തൊന്നും. അവരുടെ ഉള്ള ഫാമിൻ്റെ ഫുൾ ഏരിയയും ഇതിൽ റൗണ്ട് ചെയ്തിട്ട് അറ്റം ഫുള്ള് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ഉള്ള സ്ഥലങ്ങളും ആ പുഴയും പിന്നെ ഇവിടെ പാർട്ടി ഹാൾ കണ്ടു. പിന്നെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമൊക്കെ പോലെ തോന്നി കണ്ടപ്പോൾ. അപ്പോൾ വേണമെങ്കിൽ അറിയില്ല, അങ്ങനെ രാത്രിയിലത്തെ പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ പറ്റിയ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും തോന്നുന്നു. നമ്മളത് ചോദിക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പിന്നെ മറന്നു, ആ കാര്യമേ മനസ്സിൽ നിന്ന് വിട്ടു. അപ്പോൾ അതേ ഫാമുകളിട്ട്, അത് പശുവിൻ്റെ ഫാമുണ്ട്, കുതിരയുടെ ഉണ്ട്, പിന്നെ ഒരു ഒട്ടകത്തിനെ കണ്ടത്. കുതിരേനെ ഒട്ടകത്തിനൊക്കെ നമ്മൾ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, പക്ഷേ ഈ പശുവിൻ്റെ കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ അത് നമ്മൾ ട്രെയിനിൽ തന്നെയാണ് കണ്ടുള്ളൂ കേട്ടോ, പിന്നെ നടന്നു പോയി കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഇതൊക്കെ കാണണമെങ്കിൽ നമുക്ക് വെറുതെ ഇതിൽ ഈ ട്രെയിനിൽ തന്നെ കയറി ചുറ്റടിക്കാന്ന് മാത്രം. അവരുടെ ഫുൾ ഏരിയ നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും.
അപ്പോൾ അങ്ങനെ നമ്മുടെ തീവണ്ടിയിലുള്ള സവാരി കഴിഞ്ഞു കേട്ടോ. തിരിച്ചെത്തുമ്പോഴേക്കും കോൺവെൻറ്റിൽ നിന്ന് കുറേ സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ തീവണ്ടിയിൽ കയറാനായിട്ട് ടോക്കണൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കായിരുന്നു. ഇന്ന് നമുക്ക് അടുത്തത് ഹോഴ്സ് റൈഡിങ് ആണ്. അതിൽ മോൾക്ക് കയറണമെന്ന് പറഞ്ഞു. മോനൊന്നും പിന്നെ വേറെ ആരും ഇരുന്നില്ല. അപ്പോൾ മോൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുതിരസവാരിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കയറ്റി. പക്ഷേ ഇതിന് 100 രൂപയാണ് ചാർജ് കേട്ടോ. അതായത് കുറേ ദൂരമൊന്നും ഇല്ല, ഈ കാണുന്ന ആ ഒരു വഴി തന്നെ അവിടെ അറ്റം വരെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അതിന് നിന്നാണ് 100 രൂപ ചാർജ് ചെയ്തത്. എന്തായാലും ആൾക്ക് ഇഷ്ടമായ കാരണം ആദ്യമായിട്ടാണ് കയറിയത്. കയറിയിട്ട് വരട്ടെ. പിന്നെ പോകാൻ പിന്നെ കയറണമെന്ന് പറഞ്ഞു. കുട്ടിയല്ലേ, ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അത് കാരണം അവർ അങ്ങനെ കയറ്റിയില്ല. അപ്പോൾ ദേ നല്ല അടിപൊളി മാവ് ഇവിടെ ഉണ്ട് കേട്ടോ. നിറയെ മാമ്പഴങ്ങൾ അറ്റം വരെ അടി വരെയും ഉണ്ടായി നിൽക്കുന്ന മാവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതേ അങ്ങനെ ചാന്ദിനിക്ക് ഉഷാറായിട്ട് ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞ് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം പേടിച്ച അയാൾ പറഞ്ഞു പിന്നിലൊന്നും വന്ന് നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നിലൊക്കെ വന്ന് ഈ കുതിര കാലുകൊണ്ട് ചവിട്ടത്രേ. അപ്പോൾ അങ്ങനെ അവർ പറയണതനുസരിച്ചിട്ട് ഇത്തിരി കയ്യകലത്തിലൊക്കെ നിന്ന് അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ കാറുണ്ട് കുട്ടികൾക്ക് ഇതേപോലെ കാർ റൈഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതിൽ കുഞ്ഞു കുട്ടികളുടെ ഒപ്പം വലിയ ആരെങ്കിലും ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡും കൂടി ഇരുന്നിട്ട് അവർ അങ്ങനെ ഓടിച്ചു. പിന്നെ ഇവിടെ ഫാം, ഞാൻ പറഞ്ഞില്ല നേരത്തെ കുതിരേനെയും ഒട്ടകത്തിൻ്റെയും ഫാമിലേക്ക് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഒരു ഒട്ടകമാണ് ഉള്ളത് കേട്ടോ. ഒട്ടകം നമുക്ക് മുഖം കാണിച്ചില്ല, ഭയങ്കര സ്റ്റൈലിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അപ്പുറത്തുള്ള കുതിരകളെയൊക്കെ കണ്ടു. എല്ലാവർക്കും തീറ്റ കൊടുക്കുന്ന സമയമായിരുന്നു കേട്ടോ ഈ സമയത്ത്. എല്ലാ കുതിരയും പിന്നെ അതുപോലെ ബാഹുബലിയിലത്തെ ഇതൊക്കെ ഉണ്ട്, മറ്റേ കൂറ്റൻ കാളയില്ലേ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതേ കുതിരകളെല്ലാം നല്ല ഫുഡ് അടിയുടെ സമയത്താണ്. എല്ലാവരും ഭയങ്കര ഫുഡ് അടിയിലാണ്. പക്ഷേ ഒരു കുതിര മാത്രം നമുക്ക് ഫുഡ് അടിക്കണതിൻ്റെ ഇടയിൽ കണ്ട മുഖമൊക്കെ കാണിച്ചു തന്ന് റെഡി ആയിട്ട് നല്ല പോസ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ നന്നായി വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് തീറ്റ തുടങ്ങി. പിന്നെ ഒരു കുട്ടിയുള്ള അമ്മേനെയും കുട്ടിയും, അമ്മക്കുതിരയും കുഞ്ഞു കുതിരയും കൂടിയിട്ടുള്ളൊരു അതിനെ മാത്രം വേറെ ഒരു ഇതിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇത്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ബാഹുബലിയിലത്തെ കൂറ്റൻകാള. അങ്ങനെ നമ്മൾ ചൂടായ കാരണം ഐസ്ക്രീം കഴിക്കാനായിട്ട് അവിടെയുള്ള കടയിലേക്ക് കയറി. പക്ഷേ നോക്കുമ്പോൾ അവിടെ ഐസ്ക്രീം കോണൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അവർ നിറച്ച് തന്നെ തുറന്ന് വെച്ചിട്ടുള്ള ഐസ്ക്രീമുകളായിരുന്നു. അത് കണ്ടപ്പോൾ നമ്മൾ മേടിച്ചില്ല. അപ്പോൾ ചായയിലേക്ക് നമ്മൾ ചുരുക്കി. അപ്പോൾ അങ്ങനെ എല്ലാവരും ചായ കുടിച്ചു. ഓരോ ചായയും കുടിച്ചിട്ട് അങ്ങനെ പിന്നെ കടിയൊന്നും മേടിക്കാൻ നിന്നില്ല കേട്ടോ. അതെങ്ങനെയാണ് വയറിന് പ്രശ്നമാകുമെന്നൊന്നും അറിയില്ല. കാരണം കാലിച്ചായ മാത്രം കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ പിന്നെ അവിടെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു ചെടികളുടെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി. ഒന്നും മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമല്ല. അപ്പോൾ കൂടുതലും ഭംഗി ചെടികളാണ് കേട്ടോ. വീട്ടിലേക്ക് നമുക്ക് പറ്റിയ നല്ല നല്ല ചെടികളെല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും തിരിച്ച് നമ്മൾ പാർക്കിലേക്ക് തന്നെ പോയി. ഇവർക്ക് കുറച്ചുകൂടി കളിക്കണം എന്ന് പറഞ്ഞു. പോണതിൻ്റെ മുന്നേ അവിടെ ഒരു 2-3 കൂടുകൾ ഇതുപോലെ കോഴിയാന്ന് തോന്നുന്നു, എന്താണെന്ന് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അവിടെ ഒരു വെള്ളയും കറുപ്പും ചുവപ്പൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കോഴിയുണ്ട്. പിന്നെ അപ്പുറത്തെ കൂട്ടിൽ വേറെ കിളികൾ 2 ടൈപ്പ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്താണോ കേട്ടോ അറിയില്ല, എൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ഇവർക്ക് കുറച്ച് നേരം കൂടി പാർക്കിൽ കളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ച് നേരം കൂടി അവർ പാർക്കിലൊക്കെ കളിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ധാരാളം കൈ പിടിച്ചോളൂ കേട്ടോ. കാരണം പുറത്തുനിന്നൊന്നും അധികം വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ കരുതിയിട്ട് പോവാം. നമ്മൾ ഒരു കുപ്പിയിൽ വെള്ളം, ഒരു കുഞ്ഞു കുപ്പിയായിരുന്നു, അതൊക്കെ ഫുൾ കാലിയായി.
എന്നിട്ടാണ് പിന്നെ ഇളനീരൊക്കെ കുടിച്ചിട്ടാണ് അങ്ങനെ പിന്നെ പോകുന്നതും പോയതൊക്കെ. അപ്പോൾ എല്ലാവരും വരാത്തവരുണ്ടെങ്കിൽ വന്ന് നോക്കുക, വന്നവരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കമൻസിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.